ക്ഷേമ പെൻഷനിൽ നിഷേധാത്മക നിലപാട് തുടർന്ന് കേന്ദ്ര സർക്കാർ. ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം സംസ്ഥാനം നൽകിയിട്ടും പെൻഷൻകാർക്ക് തുക ലഭിക്കുന്നില്ല. സംസ്ഥാനത്ത് നിലവിൽ വിതരണം ചെയ്യുന്ന 2 ഗഡു പെൻഷനിലാണ് കേന്ദ്ര അവഗണന തുടരുന്നത്. ഇതിലൂടെ 400 മുതൽ 1000 രൂപ വരെയാണ് 1,94,000 പെൻഷൻകാർക്ക് കുറയുന്നത്. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 6.8 ലക്ഷം പേർക്കാണ് കേന്ദ്രത്തിന്റെ ചെറിയ വിഹിതം ലഭിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിലുള്ള 5 ഇനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നീ 3 ഇനങ്ങൾക്ക് 200 രൂപ, 300 രൂപ, 500 രൂപ എന്നിങ്ങനെയാണ് കേന്ദ്രവിഹിതം. എന്നാൽ കേന്ദ്രവിഹിതം 2021 ജനുവരി മുതൽ കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. ഇത് പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്രവിഹിതവും ഇട്ടാണ് തുക കൈമാറുന്നത്. എന്നാൽ സംസ്ഥാനം തുക നൽകിയിട്ടും കേന്ദ്രം ഈ തുക പിടിച്ചുവെക്കുന്നു എന്നതാണ് ക്രൂരത. നിലവിൽ സംസ്ഥാനത്ത് 2 ഗഡു പെൻഷനാണ് വിതരണം ചെയ്യുന്നത്. കേന്ദ്രവിഹിതം ലഭിക്കുന്ന 6.8 ലക്ഷം പേരിൽ 1.94 ലക്ഷം പേർക്കാണ് തുക ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നത്. ഇവർക്ക് 400 രൂപ മുതൽ 1000 രൂപ വരെയാണ് പെൻഷനിൽ കുറവ് വരുന്നത്. കേന്ദ്ര സർക്കാർ വിഹിതം വിതരണം ചെയ്യേണ്ട PFMS അധികൃതർക്ക് തുക കൈമാറിയിട്ടും ഈ തുക കേന്ദ്രം നൽകാത്തത് തെരഞ്ഞെടുപ്പ് കാലത്തെ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തുന്നത്. മാർച്ച് മാസത്തിലും സമാനമായ സാഹചര്യമായിരുന്നു. മാർച്ച് 15-ന് കേരളം കൈമാറിയ തുക 3 ആഴ്ച കഴിഞ്ഞിട്ടും മുഴുവൻ പേർക്കും വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിരുന്നില്ല. സംസ്ഥാനത്തിന്റെ നിരന്തര സമ്മർദ്ദത്തിനൊടുവിലാണ് തുക 3 ആഴ്ച വൈകി നൽകാൻ കേന്ദ്രം തയ്യാറായത്. ഈ മാസത്തെ പെൻഷൻ വിതരണത്തിലും സംസ്ഥാന സർക്കാരിന്റെ നിരന്തര ഇടപെടൽ തുടരാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.